നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബന്ദിമോചന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബന്ദികളുടെ മൃതദേഹങ്ങൾ റഫയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് IDFനെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. റഫയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയത് ഹമാസ് ബന്ദികളാക്കിയവരുടെ മൃതദേഹങ്ങളാണ്. യൂസഫ് സിയാദ് എന്ന 53-കാരന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. തെക്കൻ ഗാസ മുനമ്പിലെ ഹമാസ് തീവ്രവാദികളുടെ തുരങ്കത്തിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇസ്രയേൽ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളതും. സിയാദിന്റെ 22-കാരനായ മകൻ ഹംസ സിയാദിന്റെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. സൈനിക വൃത്തങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം നൽകിയിട്ടില്ല. 2023 ഒക്ടോബർ 7-ന് യൂസഫ് സിയാദിനെയും മക്കളായ ഹംസ, ബിലാൽ, ഐഷ എന്നിവരെയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഗാസ അതിർത്തിക്ക് സമീപമുള്ള ജോലി സ്ഥലത്തു നിന്നാണ് ഇവരെ ഭീകരർ പിടിച്ചുകൊണ്ടുപോയത്. 50 ദിവസം തടവിൽ കഴിഞ്ഞതിനു ശേഷം 2023 നവംബർ 30-ന് ബിലാലിനെയും ഐഷയെയും ഹമാസ് വിട്ടയച്ചിരുന്നു. ഇതേസമയം യൂസഫും ഹംസയും അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. യൂസഫിന്റെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇസ്രയേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യൂസഫിന്റെ വീട്ടുകാരെയും ഇസ്രയേൽ അധികൃതർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. യൂസഫിന്റെ മകൻ ഹംസയും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇപ്പോൾ സൈന്യം കരുതുന്നത്. തുരങ്കത്തിനുള്ളിൽ നിന്ന് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം 2 ഹമാസ് തീവ്രവാദികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. യൂസഫ് രക്ഷപ്പെടാതിരിക്കാൻ കാവൽ നിന്നവരാണ് ഈ തീവ്രവാദികൾ എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത അതേ സ്ഥലത്തല്ല ഇപ്പോൾ യൂസഫിന്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുള്ളത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. രഹസ്യമായി ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുരങ്കത്തിൽ ഇസ്രയേൽ സൈന്യം പരിശോധന നടത്തിയത്. യൂസഫ് സിയാദിൻ മരിച്ചിട്ട് ഏറെ നാളുകളായി എന്നാണ് സൂചന. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് യൂസഫിന്റെ മൃതദേഹത്തിനൊപ്പം മകൻ ഹംസയുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇസ്രയേൽ സൈന്യം ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഉൾപ്പെടെയുള്ള പ്രമുഖർ യൂസഫിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചു. യൂസഫിന്റെ മക്കളായ ബിലാലിനെയും ഐഷയെയും രക്ഷിച്ചതുപോലെ യൂസഫിനെയും മകൻ ഹംസയെയും രക്ഷിക്കാൻ കഴിയുമെന്നാണ് കരുതിയിരുന്നത് എന്ന് നെതന്യാഹു വ്യക്തമാക്കി. യൂസഫിന് 2 ഭാര്യമാരിലായി 19 മക്കളാണ് ഉള്ളത്. മൂത്ത മകനായ ഹംസയും വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. തങ്ങൾ അറബ് വംശജരാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് യൂസഫിന്റെ മകനായ ബിലാൽ മോചിപ്പിക്കപ്പെട്ട സമയത്ത് വെളിപ്പെടുത്തിയത്. കുടുംബത്തിലെ 4 പേരെയും ഒരുമിച്ചാണ് ഭീകരർ പാർപ്പിച്ചിരുന്നത്. ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ 94 പേരാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. ഇവരിൽ 34 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. കൂടാതെ യുദ്ധത്തിന് മുൻപ് തട്ടിക്കൊണ്ടുപോയ മറ്റൊരു 4 ഇസ്രയേലികളുണ്ടായിരുന്നു. ഇവരിൽ 2 പേർ മരിച്ചതായാണ് സ്ഥിരീകരണം. 2023 നവംബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ പ്രകാരം 105 ബന്ദികളെയാണ് വിട്ടയച്ചിരുന്നത്. 4 പേരെ ഇതിനു മുമ്പും മോചിപ്പിച്ചിരുന്നു. 8 ബന്ദികളെ ഇസ്രയേൽ സൈന്യം മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. IDF വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മുൻപ് സൈന്യം പ്രവർത്തിച്ചിരുന്ന പ്രദേശത്ത് തന്നെയാണ് റഫയിലെ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. പുതിയ രഹസ്യ വിവരത്തെ തുടർന്ന് മൃതദേഹം വീണ്ടെടുക്കുന്നതിനായി IDF പ്രദേശത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് അവസാനം 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇതേ പ്രദേശത്തു നിന്നായിരുന്നില്ല. ജനുവരി 20-ന് അമേരിക്കയിൽ ട്രംപ് അധികാരമേൽക്കുന്നതോടെ മുഴുവൻ ബന്ദികളെയും പുറത്തുവിട്ടില്ലെങ്കിൽ സർവനാശമായിരിക്കും എന്ന കടുത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരുന്നത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ബന്ദികളെ വിട്ടയക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ബന്ദികളുടെ കൂട്ടത്തിൽ 4 അമേരിക്കൻ പൗരന്മാരുമുണ്ട്. IDF പ്രസ്താവനയ്ക്കിടയിൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് യൂസഫിന്റെയും ഹംസയുടെയും മൃതദേഹങ്ങൾ വീരോചിതമായ ഓപ്പറേഷനിൽ കൂടെ കണ്ടെടുത്തുവെന്നും സിയാദിന്റെ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. നവംബർ അവസാനത്തോടെ ഒരാഴ്ച നീണ്ടുനിന്ന സന്ധിയിൽ ഹമാസ് 105 സിവിലിയന്മാരെയാണ് മോചിപ്പിച്ചത്. ഇതിനു മുമ്പ് 4 ബന്ദികളെയും മോചിപ്പിച്ചിട്ടുണ്ട്. 8 ബന്ദികളെ സൈന്യം ജീവനോടെ രക്ഷിച്ചിരുന്നു. കൂടാതെ 40 ബന്ദികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. 2014-ലും 15-ലും സ്ട്രിപ്പിൽ പ്രവേശിച്ച 2 ഇസ്രയേലി പൗരന്മാരും 2014-ൽ കൊല്ലപ്പെട്ട 2 IDF സൈനികരുടെ മൃതദേഹങ്ങളും ഹമാസിന്റെ കൈവശമാണ് ഇപ്പോഴുമുള്ളത്. ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ കോപാകുലരാക്കിയിട്ടുണ്ട്. ആക്രമണം കടുപ്പിക്കുമെന്ന് പറഞ്ഞ IDF ഇന്ന് പലസ്തീൻ പ്രദേശം അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. 3 പെൺകുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് 12 പേരാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച ഗാസയിലുടനീളം നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 14 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്.
ഗാസയിലെ പോരാട്ടം അവസാനിപ്പിക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിനായി ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവ ഇസ്രയേലും ഹമാസ് തീവ്രവാദികളും തമ്മിൽ ദോഹയിൽ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. സെൻട്രൽ ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 3 പെൺകുട്ടികളും അവരുടെ പിതാവും കൊല്ലപ്പെട്ടതായി സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും ഗാസയിലുടനീളം തുടരുകയാണ്. പോരാട്ടം അവസാനിപ്പിക്കാനും ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാർ ഉറപ്പിക്കാനും മധ്യസ്ഥർ അവരുടെ ശ്രമങ്ങൾ തുടരുന്നു. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ട്രംപിന്റെ പ്രത്യേക വക്താവ് ചാൾസ് വിറ്റ്കോഫ് പറയുന്നു. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി പ്രസിഡന്റ് ബൈഡനും അദ്ദേഹത്തിന്റെ ഉന്നത ദേശീയ സുരക്ഷാ സഹായികളും മാസങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ചർച്ചകൾ നിരസിച്ചതായി ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനു ശേഷവും ബന്ദി മോചന കരാറിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ 15 മാസങ്ങളിൽ ഇസ്രയേൽ സൈന്യം ഒരു സംഘടിത പോരാട്ട ശക്തി എന്ന നിലയിൽ ഹമാസിനെ ഏതാണ്ട് തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഇനിയും ബന്ദിമോചനം വൈകിയാൽ ഗാസ യുദ്ധം അമേരിക്ക തന്നെ ഏറ്റെടുക്കുമോ എന്ന ഭയത്തിലാണ് ലോക നേതാക്കൾ. ഹമാസുകാർ ആയുധം വെച്ചു കീഴടങ്ങുകയും ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ തൊട്ടടുത്ത ദിവസം യുദ്ധം നിർത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ബന്ദികളെ മടക്കി കൊണ്ടുവരാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അതുവരെ യുദ്ധം നിർത്തില്ല എന്നുമുള്ള നിലപാടിൽ മാറ്റമില്ല എന്ന് നെതന്യാഹു വീണ്ടും വ്യക്തമാക്കി. മലയാളി വാർത്ത ഇൻസൈഡ്.